ഭജനം എന്ന വാക്കിനർത്ഥം പങ്കുവയ്ക്കുക, ആരാധിക്കുക എന്നൊക്കെയാണ്. നമ്മൾ വാക്കുകളിലൂടെയും ചടങ്ങുകളിലൂടെയുമാണ് ആദരവ് പ്രകടിപ്പിക്കാറ്. ദൈവത്തിന് നമ്മുടെ ആദരവ് അഥവാ ആരാധന ആവശ്യമില്ല. സൂര്യന് മെഴുകുതിരിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആരെയാണ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്? ഈശ്വരൻ്റെ സൃഷ്ടിയായ സർവചരാചരങ്ങളെയുമാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ഈ വിശാല കാഴ്ചപ്പാടിനെയാണ് ഭജനം എന്ന് പറയുന്നത്. ഈ വിശാല കാഴ്ചപ്പാടില്ലാത്തവരുടെ ഭജനം ദൈവം കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീതാഹ മാകൃത കസ്യ സിദ്ധനം. അതായത്, ഈ ലോകത്ത് ഉള്ള സർവചരാചരങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അത് നമ്മൾ പരസ്പരം പങ്കുവയ്ക്കണം, പരസ്പരം ആരാധിക്കണം, ബഹുമാനിക്കണം. ആരുടേതും ഒന്നും തട്ടിപ്പറിക്കരുത്. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. നമ്മൾ ത്യാഗത്തോടുകൂടി ജീവിക്കണമെന്നാണ് ഈ മന്ത്രം പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടാണ് എല്ലാ മതങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ടത്. എങ്കിലേ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് അമ്പലങ്ങളും പള്ളികളും. അമ്പലത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ശാന്തിയും സമാധാനവുമാണ്, അല്ലാതെ സംഘർഷമല്ല. സമൂഹത്തിൽ എല്ലാവർക്കും ആരാധന ആവശ്യം തന്നെയാണ്. ആ ആരാധനയിൽ ഒരു ഏകീകരണം ഉണ്ടായിരിക്കണം, ഒരു സ്നേഹഭാവം ഉണ്ടായിരിക്കണം, സർവചരാചരങ്ങളോടും ദയയും കാരുണ്യവും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ, ആ വിശാല കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഭജനം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സർവമതങ്ങളും സർവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചത്.